സുഗ്രീവരെ, ഇതാണ് ശ്രീരാമചന്ദ്രമൂർത്തിയും അദ്ദേഹത്തിന്റെ സഹോദരനും. പ്രഭോ, സമാനതകളില്ലാത്ത ധീരതയും പരിധികളില്ലാത്ത കരുണയുമുള്ള അങ്ങയുടെ ചരിത്രത്തെ എന്റെ സുഹൃത്തും മന്ത്രിയുമായ ആഞ്ജനേയൻ വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പുണ്യാത്മാവായി ശോഭിക്കുന്ന താങ്കൾ ഈ എളിയ വാനരന്റെ സൗഹൃദം ആഗ്രഹിക്കുന്നത് അടിയൻ ചെയ്ത വലിയ ഭാഗ്യമാണ്. മഹാപ്രഭു, ഇതാ നമ്മുടെ മുന്നിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അഗ്നിസാക്ഷിയായി ഞാൻ പറയുകയാണ്, ഞാൻ എന്നെന്നും അങ്ങയുടെ വിശ്വാസത്തിന് പാത്രമായ സുഹൃത്തായി കൂടെ ഉണ്ടാവും. പ്രഭോ, ഇനി അവിടുത്തെ സുഖമാണ് എന്റെയും സുഖം. അങ്ങയുടെ നല്ല ജീവിതമാണ് എന്റെ ലക്ഷ്യം. മാതാവ് സീതാദേവിയെ തേടി കണ്ടുപിടിച്ച് അങ്ങയോടൊപ്പം ചേർത്തു വയ്ക്കുവാൻ ഞാനും എന്റെ കൂടെയുള്ളവരും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുന്നതാണ്. മഹാപ്രഭു, ഈ നിൽക്കുന്ന എന്റെ മന്ത്രിയായ ഈ ഹനുമാനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. കുഞ്ചുകശിലയായ സ്വർഗലോകത്തെ അപ്സരസ് ഒരു ശാപത്താൽ അഞ്ജനാദേവി എന്ന ഒരു വാനരമങ്കയായി ഈ ഭൂലോകത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം അതുവഴി വന്ന വായു ഭഗവാൻ അവളെ കണ്ട് അനുരാഗം തോന്നി അവർക്ക് രണ്ടുപേർക്കും ജനിച്ച പുത്രനാണ് ഈ ആഞ്ജനേയൻ. ഈ വായുപുത്രൻ ബാലകനായിരുന്ന സമയത്ത് കത്തിജ്വലിക്കുന്ന സൂര്യനെ കണ്ട് അതൊരു വലിയ സ്വാദിഷ്ടമായ പഴമാണെന്ന് കരുതി അതിനെ പറിച്ചുകൊണ്ടുവരുന്നതിലേക്കായി ആകാശത്തേക്ക് പറന്നുയർന്നു. ഇവൻ ചെന്ന വേഗത ദർശിച്ച് ഏതോ ഒരു വലിയ ശക്തി തന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിച്ച് ഭയന്നുപോയ രാഹു അമരന്മാരിലൊരാളായ ദേവേന്ദ്രന്റെ അടുത്തു ചെന്ന് രക്ഷ തേടി. ദേവേന്ദ്രൻ കോപത്തോടെ വന്ന് ഹനുമാനെ വജ്രായുധം കൊണ്ട് അടിച്ചു വീഴ്ത്തി. ദേവേന്ദ്രൻ തന്റെ മകനെ അടിച്ചു വീഴ്ത്തുന്നത് കണ്ട് കോപിച്ച വായുഭഗവാൻ ഈ പ്രപഞ്ചമെങ്ങും കാറ്റിന്റെ സഞ്ചാരമില്ലാതെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായി അമരനായ ദേവേന്ദ്രൻ ഹനുമാന് പഞ്ചഭൂതങ്ങളെയും വെല്ലുന്ന ഊർജവും അതുകൂടാതെ ഒരുപാട് ഉന്നത വരങ്ങളും കൊടുത്തു. ബ്രഹ്മദേവൻ ഹനുമാന് ദേവാസ്ത്രമെന്നല്ല, സാക്ഷാൽ ബ്രഹ്മാസ്ത്രമേറ്റാലും മൃത്യുണ്ടാവുകയില്ലെന്ന് വരം പ്രദാനം ചെയ്തു. 60 നാഴികയ്ക്കുള്ളിൽ തന്റെ രഥത്തിലേറി ലോകത്തെ ഒരു തവണ വലം വെച്ചു വരുന്നയാളാണ് സൂര്യഭഗവാൻ. അദ്ദേഹത്തിന്റെ രഥത്തിന്റെ മുന്നിൽ ആകാശത്തുപവിഷ്ടനായി ആ രഥം മുന്നോട്ടേക്ക് വരുന്തോറും പിന്നാലെയായി പിന്തുടർന്ന് സൂര്യൻ ലോകത്തെ ഒരു തവണ ചുറ്റി വരുന്നതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൽ നിന്ന് നവവ്യാകരണം എന്ന 9 തരത്തിലുള്ള വ്യാകരണങ്ങളെല്ലാം തന്നെ ചിട്ടയായി അഭ്യസിച്ച സമാനതകളില്ലാത്ത മഹാപണ്ഡിതനാണ് ഈ ആഞ്ജനേയൻ. അത്തരമൊരു മാന്യൻ എന്റെ മന്ത്രിയായി വാഴുകയാണ്. ഇവനെയും അങ്ങയുടെ പരിശ്രമത്തിന് സഹായകമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുഗ്രീവ, ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ പ്രധാനിയാണ്. പേര് ജാംബവന്തർ. ജാംബവാനെന്നും ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഇദ്ദേഹം ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് 3 നാളുകൾക്ക് മുൻപേ ജന്മം കൊണ്ടുവന്ന് പറയപ്പെടുന്നു. ആയതിനാൽ പ്രഭോ, ഇദ്ദേഹത്തെ അങ്ങ് ആദരവോടെ വിളിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. സുഗ്രീവ, ഇവർ ഇരുവരും? ഇവൻ എന്റെ പ്രിയ സേനാനായകന്മാരിൽ ഒന്നാമൻ. പേര് നീലൻ. ഇവൻ അഗ്നിഭഗവാന്റെ അംശമായി പിറന്നവനാണ്. പ്രഭു, അവന്റെ പേര് ശതവലി. പേരുപോലെ തന്നെ 100 ആനകളുടെ ബലമുണ്ടവന്. പ്രഭു, ഇവർ 4 പേരും
നന്ദിയുള്ളവർ മാത്രമല്ല, നല്ല സന്നദ്ധ പ്രവർത്തകരുമാണ്. 4 തരം സൈന്യങ്ങൾക്ക് സമമാണിവർ. ഇവർ 4 പേരും അവരുടെ ജീവൻ പണയം വച്ചിട്ടാണെങ്കിൽ പോലും അവിടുത്തെ സീതാദേവിയെ തേടി കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കുന്നതാണ്. സുഗ്രീവ, ജ്യേഷ്ഠത്തിയെ വീണ്ടെടുക്കുക എന്നത് ഞങ്ങളുടെ വീരത്തിനൊരു വെല്ലുവിളിയാണ്. ആയതിനാൽ സീതാദേവിയെ ആ അസുരൻ ഏതു ദിശയിൽ എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ആ ഒരു കാര്യം മാത്രം നിങ്ങളെല്ലാവരും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതിയാവും. പ്രഭു, ഇളയ പ്രഭു സീതാദേവിയെ അസുരൻ അപഹരിച്ചു കൊണ്ടുപോയ ദിശയെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കുറച്ചു നാളുകൾക്ക് മുമ്പ് തനിച്ച് ഉപവിഷ്ടനായി ധ്യാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അതേ ഇനത്തിൽപ്പെട്ട വീരന്മാർ ഈ മലയുടെ ഭാഗത്തു നിന്നും ചില ആഭരണങ്ങൾ കണ്ടെടുത്ത് അത് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിരുന്നു. ആ ആഭരണങ്ങൾ രാജകുലത്തിലെ നാരികൾ അണിയുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളാണെന്ന് മനസ്സിലായി. ആ ആഭരണങ്ങളെ ഹനുമാൻ എന്റെ അടുത്ത് കൊണ്ടുവന്ന് നൽകി. അവയെല്ലാം അവിടുത്തെ സീതാദേവിയുടെ ആഭരണങ്ങളാണോ അല്ലയോ എന്ന് നോക്കി പറഞ്ഞാലും വന്നാലും ഞാനവ കാണിച്ചു തരാം. വന്നാലും പ്രഭു. നിന്നാലും ഞാനത് കൊണ്ടുവരാം. പ്രഭു, ഇവയാണ് ആ ആഭരണങ്ങൾ. അതെ, ഈ ആഭരണങ്ങൾ എൻ്റെ പ്രിയതമ സീതയുടേത് തന്നെയാണ്. ലക്ഷ്മണ, ഈ ആഭരണങ്ങൾ കണ്ട ഉടനെ എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന സീതയുടെ ഓർമ്മകളെല്ലാം തന്നെ എൻ്റെ നെഞ്ചിൽ ഉയർന്നു വരികയാണ്. സീതേ,
സീതേ, ലക്ഷ്മണ, ദുഃഖത്താൽ പെരുകുന്ന കണ്ണീർ തുള്ളികൾ എന്റെ നേത്രങ്ങളെ മറയ്ക്കുന്നു. ഈ ആഭരണങ്ങൾ നിന്റെ ജ്യേഷ്ഠത്തിയുടേത് തന്നെയല്ലേ? ജ്യേഷ്ഠത്തിയുടെ മറ്റാഭരണങ്ങളെപ്പറ്റി എനിക്ക് യാതൊന്നും തന്നെ അറിയില്ല. നാൾതോറും നിങ്ങൾ ഇരുവരെയും ഒന്നിച്ചു നിർത്തി പാദപൂജ ചെയ്യുന്ന സമയത്ത് ജ്യേഷ്ഠത്തി അണിഞ്ഞിരുന്ന ഈ പാദച്ചിലമ്പുകൾ രണ്ടും മാത്രമാണ് ഞാൻ ദർശിച്ചിട്ടുള്ളത്. ഈ ചിലമ്പുകൾ എന്റെ ജ്യേഷ്ഠത്തി അണിഞ്ഞിരുന്ന അതേ ചിലമ്പുകളാണ്. സംശയം ഏതുമില്ല ജ്യേഷ്ഠ, അതേ ചിലമ്പുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം തന്നെ നിന്റെ ജ്യേഷ്ഠത്തിയുടെ ആഭരണങ്ങളാണ്. അതെ. സുഗ്രീവ, ഒരു മിത്രത്തെ മുന്നിലും പിന്നിലും നിന്ന് രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദത്തിന്റെ മുതൽക്കൂട്ട്. നാം ഇരുവരും ഇപ്പോഴാണ് മിത്രങ്ങളായത്. എന്നാൽ നീയോ നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ എന്റെ ദേവിയുടെ ആഭരണങ്ങൾ എടുത്ത് ഈ വിധം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അവളുടെ വേർപാടിൽ എന്നെ വിട്ട് അല്പാൽപമായി പിരിഞ്ഞുകൊണ്ടിരുന്ന എന്റെ ജീവനെ തന്നെ നീ രക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് വിധി മൂലം സംഭവിക്കുന്ന ദൈവികമായ സൗഹൃദമെന്നത്. പ്രഭു, ഈ നിൽക്കുന്ന അടിമയ്ക്ക് ഇത്രയും വലിയ പ്രാധാന്യമോ? സുഗ്രീവ, നീ എന്റെ അടിമയല്ല, കൂടെ പിറക്കാത്ത സഹോദരനാണ്. പ്രഭു, രാമചന്ദ്രമൂർത്തി, ഞാൻ അവിടുത്തെ സഹോദരനോ? അതേ സുഗ്രീവ, ഞങ്ങളുടെ പിതാവ് ദശരഥ ചക്രവർത്തിക്ക് ഞങ്ങൾ 4 പേർ പുത്രന്മാരായി ജനിച്ചു. ഗുഹനെയും ചേർത്ത് അത് 5 പേരായി. ഇന്ന് നിന്നെയും ചേർത്ത് അത് 6 ആയി. മഹാപ്രഭു രാമചന്ദ്രമൂർത്തി, ഇനി നിന്റെ സുഖം തന്നെയാണ് എന്റെയും സുഖം. നിന്റെ സങ്കടങ്ങൾ എന്റെയും സങ്കടങ്ങളാണ്. പ്രഭു, ഒരു കൂടപ്പിറപ്പായിട്ട് പോലും സ്വന്തം നാട്ടിൽ നിന്ന് അടിച്ചോടിച്ചതാണ് എന്നെ. അങ്ങനെയുള്ള എന്നെ ഉത്തമ ഗുണമുള്ള താങ്കൾ അവിടുത്തെ സ്വന്തം കൂടപ്പിറപ്പായി അംഗീകരിച്ച ഈ വലിയ മനസ്സിനെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല പ്രഭു. പ്രഭു, എനിക്ക് ജീവനുള്ളിടത്തോളം ഞാൻ മറക്കുകയില്ല. രാമ 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 സുഗ്രീവ, നിന്റെ ജ്യേഷ്ഠൻ ബാലി നിന്നെ വിരട്ടി ഓടിക്കാൻ കാരണമെന്താണ്? പ്രഭു, ഒരു തവണ ബാലി മായാവി എന്നൊരു അസുരനുമായി ഒരു ഗുഹയ്ക്കുള്ളിൽ ദീർഘകാലം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഗുഹയുടെ കവാടത്തിൽ കാവലായി നിൽക്കുകയായിരുന്നു. ദീർഘകാലങ്ങൾക്ക് ശേഷം ഗുഹയ്ക്കുള്ളിൽ നിന്ന് വലിയൊരു അലർച്ചയും പിന്നാലെ രക്തവും ഒഴുകി വന്നപ്പോ ഞാൻ ആ അസുരനാണ് എന്റെ ജ്യേഷ്ഠൻ ബാലിയെ വധിച്ചത് എന്ന് വിചാരിച്ച് ആ അസുരൻ പുറത്തു വന്നാൽ എന്നെയും വധിക്കുമോ എന്ന് ഭയന്ന് ആ ഗുഹയുടെ കവാടം ഒരു വലിയ പാറക്കഷ്ണത്താൽ അടച്ചു വച്ചിട്ട് ഞാൻ കിഷ്കിന്ധയിലേക്ക് ഓടി വന്നു. കിഷ്കിന്ധയിലെ രാജാവായ ബാലി മൃത്യുവരിച്ചതായി ഞങ്ങൾ കരുതിയതിനാൽ സുഗ്രീവനെ ഞങ്ങൾ കിഷ്കിന്ധയുടെ രാജാവാക്കി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ബാലി ആ അസുരനായ മായാവിയെ വധിച്ചതിന് ശേഷം ഗുഹയുടെ കവാടം മൂടിയിരുന്നതിനാൽ സുഗ്രീവനായിരിക്കും അത് മൂടിയതെന്ന് കരുതി എന്നോട് കോപിഷ്ഠനായി ഗുഹാകവാടം മൂടിയിരുന്ന പാറയെ തള്ളിമാറ്റി നേരെ കിഷ്കിന്ധയിലേക്ക് വന്നു. കിഷ്കിന്ധയിൽ സുഗ്രീവൻ രാജാവായി ഇരിക്കുന്നത് കണ്ട ബാലി അധികാരത്തോടുള്ള മോഹം കൊണ്ടാണ് സുഗ്രീവൻ തന്നെ ഗുഹയിൽ ഉപേക്ഷിച്ചിട്ട് ഗുഹാകവാടം അടച്ചിട്ട് കിഷ്കിന്ധയിലേക്ക് വന്നത് എന്ന് കരുതി സുഗ്രീവനോട് ബാലി വീണ്ടും കോപിഷ്ഠനായി.
ആ കോപത്തിൽ എന്റെ പക്കലുണ്ടായിരുന്ന പദവിയും എന്റെ പ്രിയപ്പെട്ട പത്നിയെയും എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങി എന്നെ കിഷ്കിന്ധയിൽ നിന്ന് തന്നെ വിരട്ടി ഓടിച്ചു. എന്നെ ആദരിച്ച കുറ്റത്തിന്റെ പേരിൽ ഇവരെയും അവിടെ നാട്ടി ഓടിച്ചു. എന്റെ പ്രിയപ്പെട്ട പത്നിയെയും ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യവും വിട്ട് ഈ കാനനത്തിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കാതിരിക്കൂ സുഗ്രീവ. നിന്റെ ജ്യേഷ്ഠൻ ബാലിയെ എനിക്ക് കാണിച്ചു തരൂ. ഞാൻ അവനോട് സമാധാനമായി സംസാരിച്ച് നിന്റെ പത്നിയെ വീണ്ടെടുത്ത് തരാം. കിഷ്കിന്ധയിലും നിനക്കൊരു ഭാഗത്തെ നേടിത്തരാം. പ്രഭു, എന്നോട് അല്പം പോലും ദയയില്ലാത്തവനാണ് ബാലി. ആയതിനാൽ അവൻ ഉറപ്പായും അങ്ങയോട് സന്ധി സംഭാഷണത്തിന് വരികയില്ല. അങ്ങനെയാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് അവനെ വീഴ്ത്താം നമുക്ക്. പ്രഭു, ബാലിയോട് നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് ആർക്കും അവനെ തോൽപ്പിക്കാനാവില്ല. കാരണമെന്താണ്? പ്രഭോ, ബാലി ദേവേന്ദ്രന്റെ അനുഗ്രഹത്താലും സുഗ്രീവൻ സൂര്യന്റെ അനുഗ്രഹത്താലും പിറന്നവരാണ്. അതുകൊണ്ട് തന്നെ ബാലി ദേവേന്ദ്രന്റെ പുത്രനെന്നും സുഗ്രീവൻ സൂര്യന്റെ പുത്രനെന്നും വിളിക്കപ്പെടുന്നു. അങ്ങനെ ദൈവിക കൃപയാൽ ജനിക്കപ്പെട്ട ബാലിക്ക് ആ അമരന്മാരിൽ അമരനായ ഇന്ദ്രൻ നല്ല ശക്തിയുള്ള ഒരു മാല സമ്മാനിച്ചിട്ടുണ്ട്. ആ മാല അവന്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എതിരാളികൾക്ക് ആർക്കും അവന്റെ എതിരെ നിന്ന് യുദ്ധം ചെയ്യാനും കഴിയില്ല, പരാജയപ്പെടുത്താനും കഴിയില്ല. വീരന്മാർ തടസ്സങ്ങളെ മറഞ്ഞിരുന്ന് നേരിടുന്നത് ശാസ്ത്രവിധിപ്രകാരം തെറ്റേയല്ല. ബാലി വാനരകുലത്തിൽപ്പെട്ട ആളായതിനാൽ അവനെ എതിരെ നിന്നാക്രമിക്കാതെ എനിക്ക് മറഞ്ഞിരുന്നാക്രമിച്ച് ജയിക്കാമല്ലോ. അതൊരു നല്ല ഉപായം തന്നെയാണ്. എന്നാൽ സുഗ്രീവ, ഈ എന്നാലെന്ന വാക്കിന് പിറകിലുള്ള അഭിപ്രായം എന്താണ്? വേറൊന്നുമല്ല പ്രഭോ, ഈ മലയിൽ ബാലി പൊക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ ദുന്ദുഭി എന്ന ആ രാക്ഷസന്റെ അസ്ഥികൂടം ഒരിടത്തായി കിടപ്പുണ്ട്. അതിനെ ഒരു നിമിഷം കൊണ്ട് പാദം കൊണ്ട് തട്ടി അത് ദൂരേക്ക് പോയി നിലം പതിക്കേണ്ടതുണ്ട്. കൂടാതെ ഇവിടെ ഒരിടത്ത് 7 വലിയ മരങ്ങൾ വളർന്നു നിൽപ്പുണ്ട്. അവയെല്ലാം അങ്ങ് ഒരൊറ്റ അമ്പുകൊണ്ട് തുളയ്ക്കേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങളും ചെയ്തു തീർക്കുന്നത് ആരാണോ അയാൾക്ക് മാത്രമേ ബാലിയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അല്പം മടിച്ചത്. അതായത് ബാലിയെ വീഴ്ത്താനുള്ള വീര്യവും ശക്തിയും ഞങ്ങൾക്കുണ്ടോ എന്ന് പരീക്ഷിച്ചു നോക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ സുഗ്രീവ? ആ അസ്ഥികൂടവും വലിയ മരങ്ങളും എവിടെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാമോ? വന്നാലും പ്രഭു,